പെൻഷൻ വിതരണത്തിൽ സർക്കാർ എന്തെങ്കിലും അനാസ്ഥ കാണിച്ചോ? ഉറപ്പിച്ചു പറയാം, ഇല്ല. ഒരു പിഴവും അനാസ്ഥയും പെൻഷൻ വിതരണത്തിൽ സർക്കാർ വരുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വ്യക്തമായ തെളിവുകളോടെ തന്നെ പറയാം, പെൻഷൻ വിതരണം പാളിയെന്ന മനോരമ ന്യൂസ് വാദം തീർത്തും തെറ്റാണ്. കഴിഞ്ഞ ദിവസമാണ് ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചത്. എന്നാൽ ധനവകുപ്പ് ഉത്തരവിറക്കാത്തതിനെ തുടർന്ന് പെൻഷൻ വിതരണം പാളി എന്നായിരുന്നു മനോരമ ന്യൂസിന്റെ വാദം. നിലമ്പൂർ വോട്ടെടുപ്പിന് മുന്നോടിയായി ധനമന്ത്രി പ്രഖ്യാപിച്ച ക്ഷേമ പെൻഷൻ വിതരണം പാളിയെന്നും അദ്ദേഹത്തിന്റെ വാക്ക് പാഴ്വാക്കായി എന്നുമായിരുന്നു മനോരമ ന്യൂസിന്റെ വാർത്ത. പണം അനുവദിച്ച് കഴിഞ്ഞ ദിവസം ഉത്തരവിറങ്ങിയില്ല എന്നും വാർത്തയിൽ പറയുന്നുണ്ടായിരുന്നു. എന്നാൽ ആ നുണയെ പൊളിക്കുന്നതിന് തെളിവായി സർക്കാർ ഉത്തരവിന്റെ പകർപ്പിൽ കാര്യങ്ങളൊക്കെയും വ്യക്തമാണ്. ക്ഷേമ പെൻഷൻ വിതരണത്തിന് തുക അനുവദിച്ചുകൊണ്ട് ജൂൺ 20-ന് ധനവകുപ്പ് ഉത്തരവിറക്കി. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ട്രഷറിയിലേക്ക് പണം എത്തിയതും പെൻഷൻ വിതരണം ആരംഭിച്ചതും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചാണ് ക്ഷേമ പെൻഷനെ പറ്റിയുള്ള അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ കോൺഗ്രസ് അടിച്ചിറക്കി തുടങ്ങിയത്. ഈ വാർത്തയെയും അതിന്റെ ഭാഗമായി ചേർത്ത് വായിക്കേണ്ടതുണ്ട്. പെൻഷനെ കുറിച്ച് KC വേണുഗോപാലിന്റെ പരാമർശങ്ങളൊക്കെയും പൊള്ളയാണെന്ന് വ്യക്തമായതോടെ പത്തി താഴ്ത്തിയ കോൺഗ്രസ് കാത്തിരുന്ന് നടത്തിയ നീക്കം മാത്രമാണ് മനോരമയിലൂടെ പുറത്തുവിട്ടിരിക്കുന്ന ഈ വാർത്ത. കഴിഞ്ഞ ആഴ്ച അവർ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്നും പെൻഷൻ വിതരണത്തിൽ സർക്കാർ കള്ളം പറഞ്ഞുവെന്നും വരുത്തി തീർക്കലായിരുന്നു ലക്ഷ്യം. 20-ാം തീയതി പെൻഷൻ ഉത്തരവ് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ തുക ട്രഷറിയിൽ നിന്ന് കൈമാറുമ്പോൾ ചില സഹകരണ സ്ഥാപനങ്ങൾ മുൻകൂറായി തന്നെ സർക്കാർ പണം നൽകുന്നുണ്ട് എന്നതുകൊണ്ട് വിതരണം ചെയ്യുക പതിവാണ്. അത് അതാത് സ്ഥലത്തെ തദ്ദേശ സഹകരണ സ്ഥാപനങ്ങളുടെ മികവാർന്ന ഇടപെടലിന്റെ ഭാഗമാണ്. LDF ഭരിക്കുന്ന സഹകരണ ബാങ്കുകൾ മുൻകൂർ വിതരണം ചെയ്യാൻ തയ്യാറാകുമ്പോൾ UDF ഭരിക്കുന്ന ബാങ്കുകൾ ഒരിക്കലും മുൻകൂർ വിതരണത്തിന് തയ്യാറല്ല. അവര് ഈ തുക കൃത്യമായും അവരുടെ അക്കൗണ്ടിൽ വന്നു എന്ന് ഉറപ്പുവരുത്തിയാൽ മാത്രമേ അത് വിതരണം ചെയ്യാറുള്ളൂ. 25-ന് നൽകിക്കൊണ്ടിരുന്ന പെൻഷൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ആയതിനാൽ നേരത്തെ നൽകുന്നുവെന്ന് വാർത്തയിറക്കിയ ചില മാധ്യമങ്ങളാണ് ഇവിടുള്ളത്. 20-ന് ക്ഷേമ പെൻഷൻ നൽകുമെന്ന് പറഞ്ഞാൽ 20-ന് നൽകി തുടങ്ങുമെന്നാണ്. ഇത് 1-2 പേർക്കല്ല നൽകുന്നതും. 62 ലക്ഷത്തോളം പേർക്കാണ് സർക്കാർ കൈത്താങ്ങാകുന്നത്. 20-ന് ആരംഭിച്ചാൽ ഒരാഴ്ചയോടെ പൂർണ്ണമായും എല്ലാവരിലേക്കും പെൻഷൻ എത്തിക്കും. അതിനിടയിൽ നല്ല പ്രവർത്തനങ്ങളെ കണ്ടില്ല എന്നും ചെയ്യാത്തതിനെ ചെയ്തുവെന്നും വരുത്തി തീർക്കുന്ന പ്രതിപക്ഷവും അതിന് ചുക്കാൻ പിടിക്കുന്ന ചില മാധ്യമങ്ങളും ഇതിനപ്പുറമുള്ള വ്യാജ വാർത്തകൾ പടച്ചുവിടുന്നത് അവരുടെ സ്വാഭാവിക പ്രകടനങ്ങൾ മാത്രമാണ്.